delighted to welcome you all to the second day of our 6th anniversary celebration. I would like to welcome our Managing Director, Shri Dinesh Kumar Sir, Chief Operating Officer, Ashwini Kumar Sir, CASO Akhilesh Sir, and CI Pratish Sir to this function. So let me welcome Dinesh Kumar Sir to share a few words. നമസ്കാരം. നമ്മുടെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ആനിവേഴ്സറി സെലിബ്രേഷൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ടുള്ള ഇന്ന് നടന്ന ആഘോഷങ്ങൾക്കെല്ലാം വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ഫീസ്റ്റ് ആയിരുന്നു എന്നാണ് അറിഞ്ഞത്. നമ്മുടെ കൊച്ചുമക്കളായിട്ടുള്ള സ്റ്റുഡൻസ്, പോലീസ് കാഡറ്റ്സിൻ്റെ മാർച്ച് പാസ്റ്റും സല്യൂട്ട് റിസീവിങ്ങും കൊച്ചുകുട്ടികളുടെ താളവും എല്ലാം വളരെ മനോഹരമായിരുന്നു. എല്ലാം ഈ നമ്മുടെ നാടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ഒരു എനർജി സപ്ലൈയിങ് സെൻ്ററാണ് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇതിലൂടെയാണ് ഈ നാടിൻ്റെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റും ടൂറിസം ഡെവലപ്മെൻറ്റും ട്രേഡിൻ്റെ ഡെവലപ്മെൻറ്റും പാസഞ്ചേഴ്സിൻ്റെ കൺവീനിയൻ്റ് ആയിട്ടുള്ള വരാനും പോകാനുള്ള ഡൊമസ്റ്റിക് സൈഡിൽ ഇൻ്റർനാഷണൽ സൈഡിൽ അതിനു വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നത്. നമുക്ക് തീർച്ചയായിട്ടും ഇതിലെത്താൻ കഴിയും, 100% അതിലെത്താൻ കഴിയും. നമുക്ക് ഒത്തൊരുമിച്ചുള്ള ഒരേ മനസ്സുള്ള ഒരേ ഹൃദയത്തിലൂടെയുള്ള പ്രവർത്തനമാണ് ആവശ്യം. അത് വളരെ ക്ലിയറായിട്ട് ഇവിടെ വിസിബിളാണ്. താങ്ക് യു വെരി മച്ച്. നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് അങ്ങനെ പോവാം. കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ 6ാം പിറന്നാളിലേക്കുള്ള ചുവടുവയ്പ്പാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒത്തൊരുമിച്ചുള്ള ഈ പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ എല്ലാവരുടെയും മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേക്കും വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. ലെറ്റ്സ് വർക്ക് ടുഗദർ. താങ്ക് യു വെരി മച്ച്. Thank you, sir. Next, I would like to invite Chief Operating Officer Ashwini Sir to share a few words. Good morning, everyone. Especially student cadre police in the how's the Josh? So always keep your Josh high. നമ്മുടെ കണ്ണൂർ എയർപോർട്ടിൻ്റെ 6ാമത്തെ ആനിവേഴ്സറി ആഘോഷിക്കുകയാണ്. ഞാൻ ഈ എയർപോർട്ടിൽ പുതുതാണ്, ആദ്യമായിട്ടാണ് ഈ ഒരു ആനിവേഴ്സറി സെലിബ്രേഷനിൽ ഞാൻ പങ്കെടുക്കുന്നത്. അപ്പോൾ എനിക്കറിയാൻ പറ്റിയിടത്തോളം സ്റ്റുഡൻറ്റ് കേഡർ പോലീസ് ഞങ്ങളുടെ ഈ എയർപോർട്ടിൻ്റെ എല്ലാ ആനിവേഴ്സറി സെലിബ്രേഷൻ്റെയും ഭാഗമായിട്ടുണ്ട് തുടക്കം മുതൽ. അത് എയർപോർട്ടിനും അതുപോലെ നിങ്ങൾക്കും ഒരേ സമയം അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കാലത്ത് ഇവിടെ ഗാർഡ് ഓഫ് ഓണർ തരികയുണ്ടായി. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ഇൻട്രാക്ഷൻ ഈ കുട്ടികളുമായിട്ട് ഞങ്ങളിപ്പോൾ അവിടെ AOCC റൂമിൽ വെച്ച് നടക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ കുട്ടികളുടെ ചോദിക്കുകയായിരുന്നു, നിങ്ങളുടെ ആസ്പിറേഷൻസ് എന്താണെന്ന്. എല്ലാവരും ഹൈ ആസ്പിറേഷൻസ് വെച്ച് നടക്കുന്ന മക്കളാണ്. IAS, IPS ആൻഡ് സർപ്രൈസിംഗ്ലി ആൻഡ് ഹാപ്പിലി വളരെ കുറച്ച് പേർ മാത്രമാണ് MBBSഉം എൻജിനീയറിങ്ങും ചൂസ് ചെയ്തിട്ടുള്ളൂ. ടീച്ചേഴ്സ് വൺ ഓഫ് ദി മോസ്റ്റ് പ്രസ്റ്റീജിയസ് പ്രൊഫഷൻ. സോ കുട്ടികൾക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. നിങ്ങളുടെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. താങ്ക് യു. Today on the second day of this anniversary celebration of KIAL, we all can see cadets in large numbers from the state police cadet, and I'm very happy to see their participation in such a large number. All the best for their future also. And on this occasion of anniversary of KIAL, I once again wish all of the officers and the staff members and the management of the KIAL very best wishes for the future, for the progress of this airport, and keep celebrating the events like this and keep celebrating anniversary after anniversary, and we will definitely see the centenary celebration of this airport. Thank you. सभी को नमस्कार. KIAL की सेलिब्रेशन में जो जोश दिखाई दे रहा है बच्चों का, ऐसे ही आगे भी रहे. और मेरा भगवान से यही प्रार्थना है कि इस एयरपोर्ट की जैसे बना है, जितना अच्छा है वैसे इसके आगे ही प्रोग्रेस हो, और इसमें जितनी ज़्यादा पैसेंजर की लोड बढ़ेगा उतना ही हमारा भी और KIAL का भी फ़ायदा होगा. थैंक यू. Pratish Sir to share few words. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ബഹുമാനപ്പെട്ട ഈ എയർപോർട്ടിൻ്റെ MD ശ്രീ ദിനേശ് സർ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അശ്വിനി കുമാർ സാർ, CASFൻ്റെ DC സാർ, AC സാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, നാട്ടുകാർ. അപ്പോൾ ഇത് കണ്ണൂരിൻ്റെ എയർപോർട്ടാണ്. ആ ഒരു സന്തോഷമുണ്ട്. അതിൻ്റെ 6ാം വാർഷികം ആണ് നമ്മളിന്ന് ആഘോഷിക്കുന്നത്. അപ്പോൾ കണ്ണൂരിൻ്റെ എയർപോർട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ കണ്ണൂരുകാർക്ക് പുറമെ ഒരുപാട് പുറത്ത് ജില്ലകളിൽ നിന്നും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിൽ നിന്നും ഉള്ള ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ ഈ എയർപോർട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ നമ്മൾ ഒരു നല്ല ആതിഥേയരാകാൻ ഉള്ള ഒരു ആഗ്രഹം കൂടി നമുക്ക് ഉണ്ട്. വളരെ വിപുലമായ പരിപാടികളോടാണ് എല്ലാ വാർഷികങ്ങളും ആഘോഷിക്കാറുള്ളത്. നമുക്കറിയാം, നമ്മൾ നാട്ടിൻപുറത്ത് പലപ്പോഴും
നമ്മുടെ കാവുകളിലും അമ്പലങ്ങളിലും ഉത്സവങ്ങൾ എല്ലാ വർഷങ്ങളും ആഘോഷിക്കുമ്പോൾ നമ്മൾ അമേരിക്കയിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ആ ആഘോഷത്തിന് വേണ്ടി എത്തിച്ചേരുന്ന കാഴ്ച നമ്മൾ സാധാരണ കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ എയർപോർട്ടിൻ്റെ ആഘോഷവേളകൾ അങ്ങനെ വാർഷികാഘോഷങ്ങൾ അങ്ങനെ ആകുന്ന തരത്തിലേക്ക് എത്തിച്ചേരും എന്നൊരു പ്രതീക്ഷയാണ് ഈ ആഘോഷ പരിപാടികൾ കാണുമ്പോൾ ഉള്ളത്. നമ്മൾ ഈ ജോലി എടുക്കുമ്പോൾ പിന്നെ അടുത്ത വർഷം ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു താല്പര്യം അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു പ്രൊഫഷണൽ വേയിലേക്ക് കൂടി അത്തരം ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ എയർപോർട്ടിന് സാധിച്ചിട്ടുണ്ട്. ഭാവിയിലും അതുപോലെ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഇതുപോലെ നമ്മൾ നേരത്തെ അശ്വനികുമാർ സാർ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ആഘോഷവേളകളിലും എസ് പി സി എന്ന് പറഞ്ഞാൽ നമ്മളെ പോലീസിൻ്റെ തന്നെ ഒരു കുട്ടി വേർഷനാണ്. അപ്പോൾ അവർ എല്ലാ ആഘോഷവേളകളിലും പങ്കെടുക്കാറുണ്ട്. ഈ വർഷത്തിലും നമുക്ക് അതുപോലെ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി വരും വർഷങ്ങളിലും ഇത് വിപുലമായ ആഘോഷങ്ങളിലും എല്ലാ പരിപാടികളിലും പങ്കെടുക്കാൻ നമുക്ക് എന്ന ആഗ്രഹം ഉണ്ട്. ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞു കുട്ടികളായിട്ട് സംഭവിച്ചു. അപ്പോൾ സംഭവിച്ചപ്പോൾ പലരും പിന്നെ വലിയ വലിയ ആഗ്രഹങ്ങൾ പറഞ്ഞു വന്നു. അപ്പോൾ നമ്മളെ എം ഡിനെയൊക്കെ കണ്ട് എയർപോർട്ടിൻ്റെ എം ഡി ആകാനുള്ള ആഗ്രഹങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ നമ്മൾ ഇപ്പോൾ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് പിന്നെ ഇവിടെ ജോലിയുള്ളൂ. ഇവിടെ നിലവിൽ ജോലി എടുക്കുന്ന ഒരു 10 ഇരട്ടി ആളുകൾക്ക് ജോലി നൽകാൻ പൊട്ടൻഷ്യൽ എയർപോർട്ടാണിത്. അത് ഭാവിയിൽ നമുക്കങ്ങനെ ആയി തീരും എന്ന് ആശംസിക്കുകയാണ്. ഈ പരിപാടിക്കും ഈ വാർഷികാഘോഷത്തിനും എല്ലാ ആശംസകളും നേർന്നു നിർത്തും. Thank you. Today we are having a performance by Student Cadet Police organized in collaboration with different schools of Kannur district. So let's enjoy the program. മട്ടന്നൂർ ഇന്റർനാഷണൽ എയർപോർട്ട് അന്താരാഷ്ട്ര പ്രശസ്തിയിലേക്ക് കുതിക്കുന്ന 6ാം വർഷത്തിൽ എല്ലാ വർഷത്തെയും പോലെ തന്നെ മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകൾ അവരുടെ കഴിവുകൾ ഇവിടെ മാറ്റിവെക്കുകയാണ്. നേരത്തെ ബഹുമാനപ്പെട്ട CEO പറഞ്ഞതുപോലെ കുട്ടികളുടെ ആസ്പിറേഷൻസ് വലുതാണ്. അതിന് ഇൻസ്പിറേഷൻ ആവുന്ന ഒരു വേദി ഒരുക്കി തന്ന മട്ടന്നൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ അധികൃതരോട് നന്ദി അറിയിച്ചുകൊണ്ട് ആദ്യത്തെ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. ആദ്യമായി GHSS ചാവശ്ശേരി ജൂനിയർ SPC കേഡറ്റുകളുടെ ഒരു നാടൻ പാട്ടോടുകൂടി നമ്മൾക്ക് ഇന്നത്തെ ഈ ആഘോഷ പരിപാടികൾക്ക് ആരംഭം കുറിക്കാം. ഐ വെൽക്കം ജൂനിയർ SPC cadets from GHSS ചാവശ്ശേരി. നമസ്കാരം. കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് കണ്ണൂർ സിറ്റി അവതരിപ്പിക്കുന്ന കലാവിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി GHSS ചാവശ്ശേരിയിലെ ജൂനിയർ കാഡറ്റ്സ് അവതരിപ്പിക്കുന്ന നാടൻ പാട്ട്. ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത് വടക്കേ മലബാറിലെ മലയ സമുദായക്കാർ പാടിവരുന്ന ഭൈരവൻ പാട്ട്. അത് തന്റെ വേഷം പൂണ്ടരാലും പാർവതി ശർക്കരയും അത് തന്റെ വേഷം പൂണ്ടരാലും പാർവതിയും പൂത്തരി പാലും പാഴവും നല്ല ശർക്കരയും ഭൈരവന്മാർ തൻ ചരിതവും ചൊൽവേ ഭഗവാനെ ആനന്ദോ ആനന്ദോ ഭൈരവനാകുന്ന ആദിയായി നടന്നതുമേ ഭൈരവനാകുന്നേ യോഗിയായി നടന്നതുമേ ഭൈരവനാകുന്ന യോഗി മുദ്ര ധരിച്ചതുമേ ഭൈരവനാകുന്നേ ആനന്ദോ ആനന്ദോ ഭൈരവനാകുന്ന ആദിയായി നടന്നതുമേ ഭൈരവനാകുന്നേ പൊലികാതെവേ വപ്പലികാതെവേ പൊലികാതെവേ വപ്പലികാതെവേ പൊലികാതെവേ വപ്പലികാതെവേ പൊലികാതെവേ വപ്പലികാതെവേ പൊലികാതെവേ തൊട്ടകും പൊലികേ അൽപ്പൊലികാതെവേ തൊട്ടകും പൊലികേ അൽപ്പൊലികാതെവേ തൊട്ടകും പൊലികേ അൽപ്പൊലികാതെവേ തൊട്ടകും പൊലികേ പൊലികാതെവേ വപ്പലികാതെവേ പൊലികാതെവേ വപ്പലികാതെവേ തൃക്കൈ വാഴും പൊലികേ
വാഴുക വാഴുക പൊലികെ തൃക്കൈ വാഴും പൊലികെ വാഴുക വാഴുക പൊലികെ. താങ്ക് യു. Dance by GHSS Chavaseri Super Senior Cadets. നക്ഷത്രങ്ങൾ പൂത്തു തുടങ്ങും തീരമോഹം പാതകമാമൻ പൂവൽ മെയ്യിൽ കറുകിറങ്ങും വസന്തം സ്കൂൾ സീനിയർ കാഡറ്റുകൾ അവതരിപ്പിക്കുന്ന സിനി ഡാൻസ്. नगाड़ संग ढोल बाजे धाय धाय धम धम धाय. नगाड़ संग ढोल बाजे धाय 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 धम धाय. ये धिन तड़ाक आजा उड़ के सराट पैरों से बेड़ी जरा खोल. नगाड़ संग ढोल बाजे धाय धाय धम धम धाय. नगाड़ संग ढोल बाजे धाय 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 धम धाय. അവതരിപ്പിക്കുന്ന നാടൻ പാട്ട്. ഞങ്ങളായി നടക്കില്ല പെണ്ണ് മാമ്പഴക്കുന്നുക. ഞങ്ങളായി നടക്കില്ല പെണ്ണ് മാമ്പഴക്കുന്നുക. ഞങ്ങളായി നടക്കില്ല പെണ്ണ് മാമ്പഴക്കുന്നുക. നാട് തീയും കൈസേലും കമനാട് തീയും കൈസേലും Senior Grade Cadets. പഴശ്ശിരാജ ഡാൻസുമായി മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. കോട്ടയം രാജ്യത്തിൻ നിളമുറത്തമ്പുരാൻ കേരളവർമ്മ പഴശ്ശിരാജ കോളനി വാഴ്ചകൻ നിഷ്ഠൂര നീതിയെ പേരുടെ പ്രഭാവം
പഴശ്ശിരാജ താളത്തിന്റെ 6ാം വാർഷിക ആഘോഷത്തിൽ മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള 3 സ്കൂളുകളിലെ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ, ചാവച്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ സീനിയർ, ജൂനിയർ, സൂപ്പർ സീനിയർ കേഡറ്റുകൾ അവതരിപ്പിച്ച കലാവിരുന്നാണ് ഇപ്പോൾ ഇവിടെ അരങ്ങേറിയത്. ഈ കലാവിരുന്ന് ആസ്വദിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. Next, as a token of love from our family, we would like to present a momentum. For that, I request Chief Operating Officer, Mr. Ashwini Kumar sir, please come forward. To all the team members, so you can collect behind your screen. Please come forward. Students stand. നമ്മുടെ ഇന്നത്തെ സൂപ്പർ ഹീറോസിൻ്റെ അടുത്താണ്. ഓക്കെ, ഓൾ സൂപ്പർ ഹീറോസ് നിങ്ങൾക്ക് ചെറിയ പ്രൊഫഷനുണ്ട് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതിനായിട്ട്. സോ നിങ്ങൾക്ക് ആ ഡിസിപ്ലിനോടെ വന്ന് അത് കളക്ട് ചെയ്യാം. കഴിക്കുന്നതൊക്കെ ആയിട്ട് നിങ്ങളുടെ സാറന്മാരുടെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഓക്കെ, സോ പ്ലീസ് വെൽക്കം യു ഓൾ. താങ്ക് യു. അപ്പം ഇതാണ് കണ്ണൂർ എയർപോർട്ടിൻ്റെ എയർ സൈഡ് എന്ന് പറയുന്നത്. നേരത്തെ ഞങ്ങളൊരു നിങ്ങളുടെ കൂടെയുള്ള KDS ഒരു 10 സ്റ്റാഫിനോട് സംസാരിച്ചിട്ടുണ്ട്, 10 സ്റ്റുഡൻസിനോട് ഞങ്ങൾ അകത്ത് സംസാരിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, CEO ബ്രീഫ് ചെയ്തൊരു കാര്യമുണ്ട്. മനസ്സിലായി, ഒരു എയർപോർട്ട് നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരു എയർപോർട്ടിൻ്റെ മൊത്തം കാര്യങ്ങൾ, അതായത് സിറ്റി സൈഡ്, ടെർമിനൽ ബിൽഡിംഗ്, എയർ സൈഡ്, അങ്ങനെയാണ് ഒരു എയർപോർട്ടിൻ്റെ സ്ട്രക്ചറൽ കാരിക്കേറ്റർ. ഓക്കെ, അതായത് സിറ്റി സൈഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയുള്ള കാർ പാർക്കിങ്, നിങ്ങൾ വരുന്ന റോഡ്, കണക്ടിവിറ്റി ടു സിറ്റി സൈഡ്, ദാറ്റ് മീൻസ് കണ്ണൂരിൽ നിന്ന് തലശ്ശേരിയിൽ നിന്ന് വരുന്ന മെയിൻ റോഡുകൾ, കണക്ട് ചെയ്യുന്ന റോഡുകൾ, ഇതൊക്കെയാണ് സിറ്റി സൈഡ് ഉള്ളത്. ടെർമിനൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാലോ അകത്ത്, അവിടെയാണ് പാസഞ്ചറിൻ്റെ ബോർഡിംഗ് കാർഡും ടിക്കറ്റും ഒക്കെ ചെക്ക് ചെയ്യുന്നത്. ടിക്കറ്റ് ചെക്ക് ചെയ്ത് ബോർഡിംഗ് കാർഡ് കൊടുക്കുന്ന സ്ഥലം, നിങ്ങളുടെ വിസ, പാസ്പോർട്ടൊക്കെ കൊടുക്കുന്ന കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന സ്ഥലം താഴെയാണ്. പിന്നെ ദേഹ പരിശോധന, ഇതെല്ലാം താഴെ ചെക്ക് ചെയ്യും. ദെൻ ദിസ് ഈസ് എയർ സൈഡ്. ഇവിടെയാണ് ഫ്ലൈറ്റ് പാർക്ക് ചെയ്യുന്നത്, പാസഞ്ചേഴ്സ് ഫ്ലൈറ്റ് കയറുന്നതും ഇറങ്ങുന്നതും, പിന്നെ ഫ്ലൈറ്റ് വന്നിറങ്ങുന്ന റൺവേ, ഇതെല്ലാം ഇവിടെയാണുള്ളത്. ഓക്കെ, പിന്നെ ഫ്ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന നാവിഗേഷൻ എയ്ഡ്സ്, പിന്നെ കുറേ എക്യുപ്മെൻറ്റ്സ്, ഇതെല്ലാം ഉള്ള സ്ഥലമാണ് ഈ എയർ സൈഡ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു റഫ്ലി എയർപോർട്ട് എന്നുള്ള ഒരു ഫിഗർ. ഇതാണ് ആ കാണുന്ന ബിൽഡിംഗ് ആണ് ടവർ എയർ ട്രാഫിക് കൺട്രോൾ. സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരു ടവർ എയർ ട്രാഫിക് കൺട്രോൾ ആണ് നമ്മുടെ ഫ്ലൈറ്റിൽ ക്യാപ്റ്റന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് എയർക്രാഫ്റ്റിനെ റൺവേയിൽ ടച്ച് ഡൗൺ ചെയ്യിപ്പിച്ച് ലാൻഡ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഇതാണ് ബേസിക് ഒരു ഫ്ലൈറ്റ്. ഇപ്പോൾ ടേക്ക് ഓഫ് അടുത്ത ലാൻഡിങ് ഒരു 2:15
1 hour ഉണ്ട്. അപ്പോൾ അപ്പോഴേ ലാൻഡിങ് കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഒരു ഫ്ലൈറ്റ് ഓൾറെഡി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ബേയിൽ. ഓക്കെ 16 അറൈവൽസും 16 ഡിപ്പാർച്ചറും. ചിലപ്പോൾ ഈ വരുന്ന ഫ്ലൈറ്റ് തന്നെ തിരിച്ചു പോകും. അപ്പോൾ ഒരു അറൈവൽ ഒരു ഡിപ്പാർച്ചർ. ചിലപ്പോൾ വരുന്ന ഫ്ലൈറ്റ് ഇവിടെ പാർക്ക് ചെയ്തിട്ട് വേറൊരു ഫ്ലൈറ്റ് പോകും. അപ്പോഴും ഒരു അറൈവൽ ഒരു ഡിപ്പാർച്ചർ. ലാൻഡിങ് 8 എണ്ണം, പോകുന്നത് 8 എണ്ണം, മൊത്തം 16. പക്ഷേ അതിൽ കൂടുതൽ ചെയ്യാം. നമ്മുടെ എയർപോർട്ടിൻ്റെ റൺവേ എന്ന് പറയുന്നത് 3050 മീറ്ററാണ്. നമ്മൾ ഇനി കൂട്ടാനായിട്ട് പോവുകയാണ്. സോ ഒരു ബിഗ് റൺവേ ആണ് നമുക്കുള്ളത്. സോ ഇഷ്ടംപോലെ ഫ്ലൈറ്റ്സ് നമുക്ക് ലാൻഡ് ചെയ്യാൻ. ട്രാഫിക് നമുക്ക് ബേസും കൂടുതലുണ്ട്. അതായത് ഫ്ലൈറ്റ് പാർക്ക് ചെയ്യാനുള്ള വിധം നമുക്ക് 1 തൊട്ട് 14 ബേ വരെ ഉണ്ട്. അതിൽ 3 ബേ തന്നെ മൾട്ടിപ്പിൾ ഇതാണ്. അതായത് ഒരു ബേയിൽ 3 എയർക്രാഫ്റ്റ് പാർക്ക് ചെയ്യുന്ന രീതിയുണ്ട്. സോ 14 ബേയും അതിൽ 3 എണ്ണം മൾട്ടിപ്പിളുമാണ്. സോ നമുക്ക് അത്രയും ഫ്ലൈറ്റുകൾ ഇവിടെ നമുക്ക് ഒരേ സമയത്ത് അക്കോമഡേറ്റ് ചെയ്യാം. ബിൽഡിംഗ് എന്ന് പറയുന്നത് 9 മില്യൺ പാസേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയാണ്. അതായത് 1 മണിക്കൂറിൽ ഇത്രയും എന്നുള്ള കണക്കുകളുണ്ട് ട്രാഫിക്. നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അത്രയും പാസേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാം. ഇപ്പം ഉള്ള മൂവ്മെൻറ്റ് ഇതാണ്. 8 അറൈവൽ 8 ഡിപ്പാർച്ചർ. അറിയാലോ, കൊച്ചു പ്രൊപ്പല്ലർ ഫ്ലൈറ്റ് ഇൻഡിഗോയുടെ നിങ്ങൾ വഴിയിലൊക്കെ നിൽക്കുമ്പോൾ കാണാം മുകളിൽ കൂടെ പോകുന്നത്. അവിടെ കിടക്കുന്ന ഫ്ലൈറ്റ് 737 ആണ്. 2 എയർലൈനാണ് ഇവിടെ പ്രവർത്തനം നടത്തുന്നത്, അതായത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇൻഡിഗോ എയർലൈൻസും പിന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ്. GCCയിലോട്ടെല്ലാം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഗൾഫ് കൺട്രീസ്, ദുബായ്, അബുദാബി, അങ്ങോട്ടെല്ലാം നമ്മൾ ഇവിടുന്ന് ഫ്ലൈറ്റുകളുണ്ട്. ഓരോ ടൈമിംഗ് ആയിട്ടാണ്. ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളുണ്ട്. ഡൽഹി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ബാംഗ്ലൂർ, കൊച്ചി, ട്രിവാൻഡ്രം, ഹൈദരാബാദ്, അങ്ങോട്ടെല്ലാം ഇവിടുന്ന് ഫ്ലൈറ്റുകൾ പോകുന്നുണ്ട്. നിങ്ങളെല്ലാം കണ്ണൂർ ഉള്ളവരായതുകൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം നമ്മുടെ കണ്ണൂർ എയർപോർട്ടിൻ്റെ സോഷ്യൽ മീഡിയ ഉണ്ട്. ഒഫീഷ്യൽ ഉണ്ട്, അല്ലാതെ കുറേ കണ്ണൂർ എയർപോർട്ട് ഫാൻസ് കണ്ണൂർ എയർപോർട്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ട്. കണ്ണൂർ എയർപോർട്ടിൻ്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ വെബ്സൈറ്റ് ഉണ്ട്. അതിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ഇവിടുത്തെ വാർത്തകൾ, പുതിയ പുതിയ വിമാനങ്ങൾ വരുന്നത് അറിയാൻ സാധിക്കും. നിങ്ങളുടെ ഈ ഫംഗ്ഷൻസ് നമ്മൾ അതിനകത്ത് കവറേജ് ചെയ്യും. ആ ഫംഗ്ഷൻസ് എല്ലാം അതിനകത്ത് വരും. നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ഡാൻസും എല്ലാം അതിനകത്ത് വരും. നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പം അത് ഫോളോ ചെയ്യുക. അപ്പം ഇവിടെ എന്തെങ്കിലും കരിയേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പുതിയ ജോലി സാധ്യതകൾ ഉണ്ടെങ്കിൽ അതെല്ലാം അവിടെ ഇൻഫോം ചെയ്യും. ഈ കാണുന്നതാണ് ഏപ്രോൺ, ഫ്ലൈറ്റ് പാർക്ക് ചെയ്യുന്ന വിധം. അതിനപ്പുറത്ത് റൺവേ കേട്ടോ. അങ്ങറ്റത്ത് കാണുന്നതാണ് റൺവേ. വരുന്നില്ല ഇപ്പോൾ ഉള്ള ഹൈദരാബാദ്, കൊച്ചി, ട്രിവാൻഡ്രം, അങ്ങനത്തെ ഡൊമസ്റ്റിക് ഇന്ത്യക്ക് അകത്തുള്ള സ്ഥലങ്ങളിലുണ്ട്. GCC ആണെങ്കിൽ ദുബായ്, അബുദാബി, ബഹ്റിൻ, മസ്കറ്റ്, പിന്നെ സൗദി റാസൽ ഖൈമയുണ്ട്, ജദ്ദയുണ്ട്. അല്ലെങ്കിൽ എത്രയും ലോങ് ഫ്ലൈറ്റ് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഈ ബാംഗ്ലൂരൊക്കെ പോകുന്ന ഫ്ലൈറ്റുകൾ കൂടുതലും കണക്ഷന് വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് കണ്ണൂർ ബാംഗ്ലൂർ പോയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വേറെ യൂറോപ്പിലോട്ടൊക്കെ പോകുന്നവരുണ്ട്. വേറെ ഫ്ലൈറ്റ് ഓപ്പറേഷനും എന്തെങ്കിലും എയർപോർട്ടിനെ പറ്റി എന്തെങ്കിലും. ഇത് ആക്ച്വലി ഇതിൻ്റെ സാങ്ഷനൊക്കെ 1999 സാങ്ഷൻ ആയതാണ്. അപ്പം അന്നോട്ട് ഇതിൻ്റെ 2008 ഫുള്ളി ഉള്ള ഒരു പെർമിഷൻ കിട്ടി. അന്നോട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. എഞ്ചിനീയറിംഗ് വർക്ക്. ഒരു എയർപോർട്ടോട് നമ്മൾ കുറേ അപ്രൂവൽസ് കിട്ടാറുണ്ട്. ആദ്യം DGCയുടെ അപ്രൂവൽ വേണം, പിന്നെ സ്ട്രക്ചറൽ അപ്രൂവൽ വേണം, ലാൻഡ് അതിന് കൊള്ളാവുന്നതാണെന്നുള്ളതൊക്കെ DGC ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, കേന്ദ്ര വ്യോമയാനം, അവരുടെയൊക്കെ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ വെതർ, അറ്റ്മോസ്ഫിയർ, അവരുടെ സർട്ടിഫിക്കറ്റ് വേണം. അതായത് ഈ കാലാവസ്ഥ, അവരുടെയൊക്കെ സർട്ടിഫിക്കറ്റ്. ഇതെല്ലാം കിട്ടിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഈ എഞ്ചിനീയറിംഗ് വർക്ക് തുടങ്ങുന്നത്. 2008 സ്റ്റാർട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ, അങ്ങനെ എല്ലാ അപ്രൂവലും കിട്ടി. ഇതായിരുന്നു നമ്മുടേത് PPP മോഡലാണ്. പ്രൈവറ്റ് ജെറ്റ് ഇറങ്ങുന്നു. ഇറങ്ങുന്നു. നമ്മുടെ യൂസഫ് അലി സാറിന്റെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ട്. വേറെ പലരുടെയും ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കേന്ദ്രമന്ത്രി സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, എല്ലാവരും. വയനാട് മിക്കപ്പോഴും നമ്മൾ ഇതുവഴി തന്നെയാണ്. സാറിനൊക്കെ അറിയാം, തുടക്കം തൊട്ടേ നമ്മൾ പ്രൈവറ്റാണ് നമുക്ക് എനിക്ക് കൂടുതൽ വന്നിട്ടുള്ളൂ. പിന്നീടാണ് പാസേഴ്സ് ഒക്കെ വന്നു തുടങ്ങി. ഫീസ് സാർ ഫ്ലൈറ്റിന്റെ വെയിറ്റ് അനുസരിച്ചാണ് ലാൻഡിങ് ചാർജ് നമ്മൾ എടുക്കുന്നത്. വെയിറ്റ് ഓരോ ഫ്ലൈറ്റിനും അവരുടെ മാനുഫാക്ചറർ വെയിറ്റ് പറയുന്നുണ്ട്. ഇപ്പം ATR ഇത്ര വെയിറ്റ് പറയുന്നുണ്ട്. പിന്നെ ആ വെയിറ്റിൽ മാനുഫാക്ചറർ വെയിറ്റ്, ആ വെയിറ്റ് വെച്ചിട്ട് നമ്മൾ ലാൻഡിങ് ഒരു എന്ന് പറയുന്നുണ്ട്, ഒരു എയർപോർട്ട് എക്കണോമിക്കൽ റെഗുലേറ്റർ അതോറിറ്റി ഉണ്ട്. അവർ വന്നിട്ട് പഠനം നടത്തിയിട്ട് അവരൊരു റേറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ റേറ്റാണ് നമ്മൾ അനുസരിച്ചാണ് പോകുന്നത്. പിന്നെ UDF ഉണ്ട്, യൂസേഴ്സ് ഡെവലപ്മെന്റ് ഫീ. നിങ്ങൾ ടിക്കറ്റ് എടുക്കുമ്പോൾ കാണാം ബേസ് ഫെയർ, പിന്നെ കൺവീനിയൻസ് ഫീ, UDF എന്ന് കാണും. ആ UDF എന്ന് പറയുന്നതാണ് ഫെയർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് പുതിയ എയർപോർട്ടാകുമ്പോൾ കൂടിയിരിക്കും, പഴയ എയർപോർട്ടാകുമ്പോൾ കുറഞ്ഞു. പിന്നെ വലിയ എയർപോർട്ടാകുമ്പോൾ കൂടും കുറഞ്ഞു. അതൊക്കെ ചേർത്തിട്ടാണ് ഒരു ഫെയർ വരുന്നത്. തിരിച്ച് നമുക്ക് എമൗണ്ട് കൂടും. പിന്നെ അതിനനുസരിച്ച് ആൾക്കാർ പോകുമ്പോൾ നിങ്ങൾ താഴെ കണ്ട ഷോപ്പില്ല, അവിടുത്തെ കച്ചവടങ്ങൾ കൂടും. പുറത്തെ ടാക്സി ഡ്രൈവേഴ്സിനും പിന്നെ പുറത്തിറങ്ങുമ്പോൾ ബസ്സിനും ഓട്ടോയ്ക്കും അങ്ങനെ മൊത്തത്തിൽ വികസിക്കും. എയർപോർട്ടിൽ ആൾ കൂടും. ഇല്ല, ഒരു എയർപോർട്ട് വികസിക്കും തോറും ആ നാടും ആ ഏരിയയും മൊത്തത്തിൽ വികസനമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഷോപ്പുകൾ കൂടും, അപ്പാർട്ട്മെന്റ്സ്, അങ്ങനെ എന്തൊക്കെയാണ് ഒരു നാടിന് ആവശ്യം അതെല്ലാം കൂടും. ആൾക്കാർ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയല്ലേ. നമുക്ക് ട്രാഫിക് ഷുഡ് ബി ദെയർ. പിന്നെയാണ് കാർഗോ പാർട്ട്, സാധനങ്ങൾ ഇറക്കുമതി കയറ്റുമതി. അത് വലിയൊരു പാർട്ടാണ്. അത് വളരെ ലാഭകരമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ്. ഇഷ്ടംപോലെ ഇവിടുത്തെ സാധനങ്ങൾ പുറം നാട്ടിലെത്തും, പുറം നാട്ടിലെ സാധനങ്ങൾ ഇവിടെ എത്തും. അങ്ങനെ അപ്പം കാർഗോ ഒരു വേറൊരു പാർട്ടാണ്. നമ്മൾ 2 ഓപ്പറേഷൻ പറയും, എബോ വിങ് ആൻഡ് ബിലോ വിങ് എന്ന് പറയും. ബിലോ വിങ് എന്ന് പറയുമ്പോൾ കാർഗോയും ബാഗേജും ലോഡ് ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ എയർക്രാഫ്റ്റിൻ്റെ. എബോ വിങ് എന്ന് പറയുമ്പോൾ പാസഞ്ചറും ക്രൂ അവരൊക്കെ ഇരിക്കുന്ന സ്ഥലം. അപ്പം ഇത് രണ്ടും ഒരേ ലെവലിൽ മുന്നോട്ട് പോയാലേ കാർഗോയും
പാസഞ്ചർ ഒരേപോലെ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് നല്ല ലാഭകരമായിട്ട് പോകാൻ പറ്റുള്ളൂ. ആ സൈഡിലായിട്ടാണ്, വലിയൊരു കാർഗോ ബിൽഡിംഗ് ആണ്. ഓക്കെ, പിന്നെ ഒരു എയർപോർട്ടിൽ സെക്യൂരിറ്റി നോക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞു, CSF. എയർപോർട്ടിൽ പോലീസ് സ്റ്റേഷനുണ്ട്. എയർപോർട്ട് പോലീസ് സ്റ്റേഷൻ വരുന്ന വഴിക്കാണ്, ആ സൈഡിലായിട്ടുണ്ട്. 2 പേർക്ക് ഇരിക്കാനുള്ള എയർക്രാഫ്റ്റ് ഉണ്ട്, 7 പേർക്ക് ഇരിക്കാനുള്ള എയർക്രാഫ്റ്റ് ഉണ്ട്, 14 പേർക്ക് ഇരിക്കാനുള്ളതുണ്ട്. വേണേൽ 14 പേരുടെ സീറ്റിംഗ് എടുത്തിട്ട് ഒരു എയർക്രാഫ്റ്റ് വാങ്ങിയിട്ട് എനിക്ക് പെർമിഷൻ വാങ്ങിയതിന് ശേഷം ആ 14 മാറ്റി എനിക്ക് 5 ആക്കി എടുക്കാം, പെർമിഷൻ കിട്ടുകയാണെങ്കിൽ. എനിക്ക് അതിനുള്ള പൈസ ഉണ്ടെങ്കിൽ, നമുക്കൊരു പ്രൈവറ്റ് എയർലൈൻ ആണെങ്കിൽ. നോർമൽ പാസഞ്ചർ എയർക്രാഫ്റ്റ് പാസഞ്ചർ എയർക്രാഫ്റ്റ് എയർബസ് അല്ലെങ്കിൽ എയർബസ് 737, ഇത് 737 ആണ് കിടക്കുന്നത്. അപ്പോൾ 737 വരുന്നത് ഓൾമോസ്റ്റ് 189 സീറ്റിംഗ് കപ്പാസിറ്റി ആണ് എയർലിയസ് പെർസെൻറ്റേജിൽ വരുന്നത്. നോർമൽ അല്ലാത്ത ATR എയർക്രാഫ്റ്റ് ഉണ്ട്, അത് ചെറിയ എയർക്രാഫ്റ്റ് ആണ്. 2 പ്രൊപ്പല്ലർ ആയിരിക്കും 2 സൈഡിൽ ഉണ്ടാവുക. ഇൻഡിഗോന്റെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡൊമസ്റ്റിക് അതാണ്. അതിൽ വരുന്ന സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത് 78 ആണ്. 78 സീറ്റിംഗ് കപ്പാസിറ്റി ആണ് വരിക. അതായത് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എവിടെയായാലും മനുഷ്യൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും, നമ്മളത് തടയാനുള്ള നടപടികളെടുക്കും. അത് കസ്റ്റംസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് മൊത്തത്തിൽ പോർട്ട് ഓഫ് എൻട്രി എന്നല്ലേ, POE. അത് എയർപോർട്ട് മാത്രമല്ല, ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട്, കൊച്ചി പോർട്ട്, അപ്പോൾ കടലിൽ നിന്നുള്ള എൻട്രി, പുറത്തു നിന്നുള്ള എൻട്രി ഉള്ള എല്ലാ സ്ഥലങ്ങളിലും കസ്റ്റംസ് ആണ് അത് നോക്കുന്നത്. എയർപോർട്ടും എയർപോർട്ടിന്റെ 100 മീറ്റർ പ്രമിസസും കസ്റ്റംസിന്റെ അണ്ടറിലാണ്. വരുന്ന എല്ലാ ബാഗ്സും ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ട്. അല്ല, കൊണ്ടുവരും കസ്റ്റംസ്. നിങ്ങൾ ഇപ്പോൾ നിങ്ങളൊരു ഫ്ലൈറ്റിൽ ഇപ്പോൾ ഒന്ന് ഇറങ്ങുകയാണെങ്കിൽ ആദ്യം വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്പോർട്ടും ഇമിഗ്രേഷനും ക്ലിയർ ചെയ്യും. വേറൊരു രാജ്യത്ത് നിന്ന് വരുമ്പോൾ വിസ വേണമല്ലോ, അത് ക്ലിയർ ചെയ്ത് നിങ്ങളുടെ ഇറങ്ങാൻ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ ഇറക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ പോകുന്ന കസ്റ്റംസിൻ്റെ ഹാൻഡ് ബാഗ് സ്ക്രീനിങ് ഏരിയയിലാണ്. നിങ്ങളുടെ കൈ കൊണ്ടുവരുന്ന ബാഗും നിങ്ങളുടെ ബോഡി മൊത്തം ചെക്ക് ചെയ്യും. അവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ടാണ് താഴെ ചെക്കിൻ ബാഗിലോട്ട് വരുന്നത്. ചെക്കിൻ ബാഗ് ഓൾറെഡി കസ്റ്റംസ് സ്ക്രീൻ ചെയ്തിട്ടാണ് ബെൽറ്റിലോട്ട് ഇടുന്നത്. അപ്പോൾ ഇത് 2 സ്ക്രീൻ ചെയ്തിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് കയ്യിലൊന്നും ഡിക്ലെയർ ചെയ്യാനില്ലെങ്കിൽ ഗ്രീൻ ചാനൽ എന്ന് പറയുന്ന ഒരു വേ ഉണ്ട്. ആ ഗ്രീൻ ചാനൽ വഴി നിങ്ങൾക്ക് എയർപോർട്ടിൽ പുറത്തിറങ്ങാം. എന്തെങ്കിലും ഡിക്ലെയർ ചെയ്യാനുള്ള വാല്യുബിൾ, സ്വർണം ഇല്ലെങ്കിൽ കാശ് ഇല്ലെങ്കിൽ കയ്യിൽ വലിയൊരു സ്വർണ്ണവള, എന്തെങ്കിലും ഡിക്ലെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഇത്രയും വിലയുടെ മുകളിലുള്ളത് നിങ്ങൾക്ക് റെഡ് ചാനലിൽ പോയി ഡിക്ലെയർ ചെയ്ത് വാല്യൂ അടച്ചിട്ട് കൊണ്ടുപോകാം. ഇതൊന്നും ചെയ്യാതെ പോകുന്നവരെയാണ് കസ്റ്റംസ് പിടിക്കുന്നത്. അതിന് അവർ ഈ പറഞ്ഞ മെറ്റൽ ഡോറൊക്കെ കണ്ടിട്ടില്ലേ, അതുവഴി കയറുമ്പോൾ അറിയാം, ശരീരത്തിലൂടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ബാഗ് സ്ക്രീൻ ചെയ്യുമ്പോൾ അറിയാം എന്തൊക്കെയാണ് ഉള്ളത്. അവരത് പിടിക്കും, ബാക്കി ലീഗൽ ആക്ഷൻസ് അവരെടുക്കും. പിന്നെ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്ത് സർവേലൻസ് നടത്തും, അവരും കുറച്ച് പേരെ പിടിച്ചോളും. അത് അവർക്ക് ആ ട്രെയിൻഡാണ്, അവർ കാണുമ്പോൾ അറിയാം ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നവരുടെ ഒരു വിഷമവും വെപ്രാളമൊക്കെ അറിയാമല്ലോ, അത് വെച്ച് കൺട്രോൾ ചെയ്ത് അവർ പിടിച്ചോളും. നമ്മൾ ഈ പരിസ്ഥിതി വിഭാഗമൊക്കെ വന്ന് ഫുള്ള് ചെക്ക് ചെയ്ത് അവരുടെ ക്ലിയറൻസ് കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ എയർപോർട്ട് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഇറങ്ങുന്ന എയർക്രാഫ്റ്റ്സ് ഒക്കെ 0 ഫ്യൂവൽ എമിഷനാണ്, അതായത് കാർബൺ അതൊക്കെ 0 ഇതാണ്, അതിലങ്ങനെ വലിയ പ്രശ്നങ്ങൾ വരാറില്ല. ന്യൂജൻ എയർക്രാഫ്റ്റ്സ് അല്ലേ. പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് പെട്രോൾ ഡീസൽ വണ്ടികളല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് വണ്ടികളാണ്. ഇപ്പം ഈ ബാഗ് എയർക്രാഫ്റ്റിലോട്ട് കൊണ്ടുപോകുന്ന വണ്ടികളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും പെട്രോൾ ഡീസലല്ല, എല്ലാം ഇലക്ട്രിക് വണ്ടികളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ വേസ്റ്റ് സെഗ്രിഗേഷൻ STP ഉണ്ട്, സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ. അപ്പോൾ അവിടെ നമ്മൾ ആ പ്ലാന്റിൽ എല്ലാ കാര്യങ്ങളും വേർതിരിച്ചാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. ഫ്യൂവൽ നിറയ്ക്കുന്ന സംവിധാനം പുറത്തുള്ള പോലെ തന്നെ BPCL കേട്ടില്ലേ, ഭാരത് പെട്രോളിയം, അവരാണ് ഇവിടെ ചെയ്യുന്നത്. ചിലപ്പോൾ ഇന്ത്യൻ ഓയിൽ ചെയ്യും, അത് എയർപോർട്ടുമായിട്ടുള്ള കരാർ അടിസ്ഥാനത്തിലാണ്. അവർക്കൊരു പ്ലാന്റ് ഉണ്ട് റൈറ്റ് സൈഡിൽ. അവർ ടാങ്കറിൽ വരും, ക്യാപ്റ്റനുമായിട്ട് സംസാരിച്ചിട്ട് പോകുന്ന സ്ഥലത്തോട്ട് വേണ്ട ഫ്യൂവൽ വെതറും എല്ലാം അടിസ്ഥാനപ്പെടുത്തി അവരൊരു തീരുമാനത്തിലെത്തും. ക്യാപ്റ്റൻ കണക്ക് കൊടുക്കും, അവർ ഫ്യൂവൽ കൊടുക്കും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീലക്ഷ്മി. കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന ജൂനിയർ SPC കേഡറ്റാണ്. ഇന്നത്തെ ഒരു ക്ലാസ് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെട്ടൊരു ക്ലാസ് ആയിരുന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി ഇവിടെ നിന്ന്. സിജിലാൽ സാർ നമുക്ക് ഇവിടെയുള്ള വർക്കിനെ പറ്റി നമുക്ക് ഒരുപാട് പറഞ്ഞു തന്നു. നമുക്ക് ഒരുപാട് അറിവ് ഇവിടെ നിന്ന് തന്നെ നേടി. അപ്പോൾ സാറിനെ എൻ്റെ പേരിലും കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പേരിലും ഇവിടെയുള്ള എല്ലാ SPC കേഡറ്റിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. താങ്ക് യു.